ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ പൊങ്കൽ സെലിബ്രേഷൻ ആയിരുന്നു. ബസ് ഇറങ്ങിയതേ കണ്ടത് ബ്യൂട്ടിഫുൾ കോലമാണ്. അത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ ഒരു ചെറിയ സ്റ്റേജും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ടീച്ചേഴ്സ് പൊങ്കൽ ഉണ്ടാക്കാനുള്ളതെല്ലാം റെഡി ചെയ്ത സമയത്ത് മറ്റുള്ള ടീച്ചേഴ്സ് പിള്ളേരെ എല്ലാം ക്ലാസ് വൈസ് ഗ്യാലറിയിൽ ഇരുത്തിയേ. പിള്ളേർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ടീച്ചേഴ്സ് പൊങ്കൽ പ്രിപ്പയർ ചെയ്യുന്നത് കാണാവുന്ന പോലെ ശരിക്കും ഇരുത്തിയ. എന്നിട്ട് ടീച്ചേഴ്സ് പ്രാർത്ഥിച്ചിട്ട് തീയൊക്കെ ഇട്ട് ബ്രദറാണ് കലം എടുത്ത് വെക്കുന്നത്. പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് പല കളികളും നടത്തി. ക്ലാസ് വൈസാണ്. ഇത് 1ാം ക്ലാസ്സിന് കസേര കളിയായിരുന്നു. അങ്ങനെ 3 പിള്ളേർക്ക് ഫസ്റ്റ് സെക്കൻഡും തേർഡും കിട്ടി. ആ സമയത്തിന് പൊങ്കൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇതിനിടയ്ക്ക് പൊങ്കൽ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് പോയി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്ത്. നമ്മൾ നല്ല തീയിട്ട് കൊടുത്താൽ പെട്ടെന്ന് വെള്ളം തിളച്ച് അരി ഇടാറാകും. അതുകൊണ്ട് ടീച്ചേഴ്സ് നല്ലപോലെ തീയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. ഈ കാണുന്നത് 2ാം ക്ലാസ്സുകാർക്കുള്ള വടംവലിയാണ്. പിള്ളേർ നല്ല കോമ്പറ്റിറ്റീവ് സ്പിരിറ്റായിരുന്നു. ടീച്ചേഴ്സും ബ്രദറും എല്ലാവരും എൻകറേജ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ക്ലാസ് വിന്നായി. എല്ലാവർക്കും വളരെ സന്തോഷമായി. അടുത്തത് 3-4 ക്ലാസ്സസിന് കുളം കര കോമ്പറ്റീഷൻ ആയിരുന്നു. അതും പിള്ളേർ നല്ലപോലെ കളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ഈ സമയം കൊണ്ട് പാലും വെള്ളമൊക്കെ തിളച്ച് അരി ഇടാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഓരോ ടീച്ചേഴ്സും വന്ന് ഓരോ പിടി അരിയും പരിപ്പും എല്ലാം ഇടുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്ന പിള്ളേരും ഒക്കെ അരിയും പരിപ്പും പൊങ്കൽ കലത്തിലേക്ക് ഇട്ടു. ഇത് പ്രൈസസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പ്രൈസസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് വേറൊരു സൂപ്പർ ഗെയിമായിരുന്നു. ആദ്യം പിള്ളേരുടെ കണ്ണ് കെട്ടാതെ കയറ് ഇച്ചിരി പൊക്കി പിടിച്ചിട്ട് പിള്ളേരോട് അതിന് മേലെ ചാടാനും അതിൻ്റെ കീഴെ കൂടെ ഇഴഞ്ഞ് നീങ്ങാനും ഒക്കെ പറയും. പിന്നെ അവരുടെ കണ്ണ് കെട്ടിയിട്ട് അവരോർക്കുന്ന കയർ അവിടെ ഉണ്ടെന്ന് ഇത് ചെയ്യാൻ പറയും. അത് ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ടീച്ചേഴ്സിന് ബ്രേക്കിംഗ് ദ പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതും നല്ലപോലെ കളിച്ച് അങ്ങനെ സന്തോഷമായിട്ടിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ പൊങ്കലൊക്കെ റെഡിയായി. പിള്ളേർക്ക് സെർവ് ചെയ്ത് കൊടുത്ത് പിള്ളേർ വളരെ സന്തോഷത്തോടെ പൊങ്കലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എല്ലാവരും അവരുടേതായ രീതിയിൽ പൊങ്കൽ നല്ല പോലെ എൻജോയ് ചെയ്ത് ആഘോഷിച്ചു കേട്ടോ. ഈ സമയം മഴയൊന്നും ഇല്ലാതെ ഇരുന്നതുകൊണ്ട് പിള്ളേർ ഗ്രൗണ്ടിൽ വട്ടത്തിൽ ഓരോ ക്ലാസ്സും ഇരുന്ന് അവർ നല്ലപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിച്ചു. പിന്നെ ചില പിള്ളേർ ഗാലറിയിൽ തന്നെ ഇരുന്ന് അവിടെ ഇരുന്നും കഴിച്ചേ. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കും. നോ റെസ്ട്രിക്ഷൻസ്. അതുകൊണ്ട് നല്ലപോലെ എൻജോയ് ചെയ്ത് ടീച്ചേഴ്സും പൊങ്കലൊക്കെ കഴിച്ചു. ആൻറ്റിമാർ സെർവ് ചെയ്തൊക്കെ കൊടുത്ത് എല്ലാവരും കുശലങ്ങളൊക്കെ പറഞ്ഞ് പൊങ്കൽ കഴിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അതിനുശേഷം ട്രഷർ ഹണ്ടിനുള്ള പ്രൈസ് വിജയ മിസ് കൊടുക്കുവാണ്. അങ്ങനെ പ്രൈസൊക്കെ മേടിച്ച് പിള്ളേരെല്ലാവരും ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പൊങ്കൽ നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ചു.